വടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം LDF-ന് നറുക്കെടുപ്പിലൂടെയാണ് LDF-ലെ പ്രീതി മോഹൻ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇരു കൂട്ടർക്കും 7 വോട്ടുകൾ വീതം ലഭിച്ച ഇവിടെ നറുക്കെടുപ്പ് ആവശ്യമായി വരികയായിരുന്നു. ആദ്യം RJD-യിലെ MK പ്രസന്നയായിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചത്. ശേഷം അത് തീരുമാനം മാറ്റുകയായിരുന്നു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രീതി മോഹൻ LDF-ലെ പ്രീതി മോഹൻ നറുക്കെടുപ്പിലൂടെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. പ്രീതി മോഹന് ഹാരാർപ്പണം അണിയിച്ച നേതാക്കളും പ്രവർത്തകരും എത്തി സന്തോഷം പങ്കുവയ്ക്കുന്ന കാഴ്ചയുണ്ടായി. ദൃശ്യങ്ങൾ കാണാം. പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രീതി മോഹൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടെ യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിൽക്കുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. İnkılap Zindabad! İnkılap Zindabad! İnkılap Zindabad! İnkılap Zindabad! Vivadengal! Vivadengal! Priti Mohan Vivadengal! İnkılap Zindabad! İnkılap Zindabad! LDF Zindabad! LDF Zindabad! ഉച്ചയ്ക്ക് ശേഷം ഉപാധ്യക്ഷൻ്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വിജയിച്ചു. ഇനിയും അങ്ങോട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എല്ലാ കാര്യത്തിലും. ഇത്തവണ ഈ LDF UDF തുല്യനിലയായിരുന്നു. എല്ലാവരും ഉറ്റുനോക്കിയൊരു ബ്ലോക്ക് പഞ്ചായത്തായി വടകര ബ്ലോക്ക് പഞ്ചായത്ത് മാറിയിട്ടുണ്ട്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിഞ്ഞു. ഇത്തവണ എല്ലാവരും യോജിച്ച് നിന്നാൽ മാത്രമേ ബ്ലോക്ക് പഞ്ചായത്തിലെ ഭരണം സുഗമമായി മുന്നോട്ട് പോകാൻ കഴിയൂ. അതിന് ഇടതുപക്ഷത്തിന് എല്ലാ പിന്തുണയും വികസനത്തിൻ്റെ കാര്യത്തിൽ യോജിച്ച നിലപാട് തന്നെ സ്വീകരിച്ച് മുന്നേറും. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings.